ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ പുതിയ വീഡിയോ തുടങ്ങുന്നത്. ഇത്തിരി തിരക്കിലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ക്ലീനിങ് ആൻഡ് ഡീകണ്ടാമിനേഷൻ്റെ ക്ലീനിങ് ടൂൾസ് വരെയായിരുന്നു. ക്ലീനിങ് ടൂൾസിൽ ആ വാട്ടർ മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. ഇനി അങ്ങോട്ട് മാനുവൽ ക്ലീനിങ് ടൂൾസ് തുടങ്ങിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, തുടങ്ങാം. Manual cleaning tools. Decontamination requires a combination of manual and mechanical cleaning process. Therefore, the area will have the equipment for both types of cleaning. Decontamination നമുക്ക് മാനുവൽ ക്ലീനിങ് മെത്തേഡും വേണം, മെഷീനും വേണം. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ വാഷിംഗ് ഏരിയയിൽ ഈ മാനുവൽ മെത്തേഡും കാണും, മെഷീനുകളും മിക്കവാറും എല്ലാ CSSDയുടെ ഡീകണ്ടാമിനേഷൻ ഏരിയയിലും ഉണ്ടാവും. The following section provides information about manual cleaning tools. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് മാനുവൽ ക്ലീനിങ് ടൂൾസിനെ പറ്റിയാണ്. ബ്രഷസ്. ആദ്യത്തേത് നമ്മൾ ബ്രഷസ്. മാനുവൽ ക്ലീനിങ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചാണ് മെയിൻലി ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ബ്രഷ് നോക്കാം. ബ്രഷസ് ആർ അവൈലബിൾ ഇൻ മെനി ഡയാമീറ്റേഴ്സ് ആൻഡ് ലെങ്ത്. ബ്രഷസ് പല സൈസിൽ കിട്ടും. അതിൻ്റെ വലിപ്പം, ലെങ്ത്തും വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ വണ്ണവും വ്യത്യാസം ഉണ്ടാവും. Some must be rigid and others must be flexible to properly clean the many different lumens. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിലും ഡയമീറ്ററിലുള്ള വ്യത്യാസം കൂടാതെ തന്നെ ചിലത് എന്താണ്, ചിലത് റിജിഡ് ആയിരിക്കും, സ്റ്റിഫായിട്ട് തന്നെ ഉള്ളതായിരിക്കും, ചിലത് ഫ്ലെക്സിബിൾ ആയിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പല ലൂമൻ്റെ ഉള്ളിലോട്ടും ക്ലീൻ ചെയ്ത് എത്തണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പ് ബ്രഷസ് തന്നെ ആവശ്യമാണ്. ബ്രഷസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് യൂഷ്വലി ഹാവ് നൈലോൺ ബ്രിസിൽസ്. അപ്പം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ബ്രഷ്, ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ബ്രഷ് ഏതാണ്? അതിൻ്റെ ബ്രഷ്, ആ നാര് വരുന്നത് ഏതായിരിക്കണം? നൈലോൺ ബ്രിസിൽസ് കൊണ്ട് ഉണ്ടാക്കിയത്. നൈലോൺ ബ്രിസിൽസ്, അത് പ്രത്യേകം ഓർക്കുക. Then, however, metal varieties, brushes with plastic wands and sponge tips are also available. എന്നിരുന്നാലും മെറ്റൽ ടൈപ്പ് ബ്രഷസും ഉണ്ട്. അതുകൂടാതെ ഹാൻഡിൽ പ്ലാസ്റ്റിക് ആയിട്ടും സ്പോഞ്ച് ടിപ്പ് ആയിട്ടുള്ള ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് എങ്ങനത്തെ ആയിരിക്കും? നൈലോൺ ബ്രിസിൽസ് ബ്രഷസ് ആയിരിക്കും. Some brushes are impregnated with enzymatic detergent that can help with the cleaning process. ഇനി ചില ബ്രഷസിൽ തന്നെ എന്തായിരിക്കും? എൻസൈമാറ്റിക് ഡിറ്റർജൻറ്റ് അതിൽ തന്നെ കീപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ക്ലീനിങ് പ്രോസസ്സ് എളുപ്പമായിരിക്കും. ഐഡിയലി ഡിസ്പോസിബിൾ ബ്രഷസ് ഷുഡ് ബി യൂസ്ഡ്. അപ്പോൾ ഐഡിയൽ സിറ്റുവേഷൻ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഡിസ്പോസിബിൾ ബ്രഷസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അത് കോസ്റ്റിൻ്റെ കാര്യത്തിൽ അതൊരു പ്രശ്നം ആയതുകൊണ്ട് നമ്മൾ റീയൂസബിൾ ബ്രഷസ് യൂസ് ചെയ്യുവാണെങ്കിൽ, if reusable brushes are used, they should be decontaminated at least daily and when visibly soiled to ensure they are not a source of contamination. അപ്പോൾ നമ്മൾ റീയൂസബിൾ ബ്രഷസ് ആണ് നമ്മൾ വാഷിങ്ങിന് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മിനിമം ദിവസത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ അത് വിസിബിളി സോയിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതായത് അതിൽ തന്നെ അഴുക്ക് ഇരിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലീൻ ചെയ്യുക. അങ്ങനെ ഉറപ്പ് വരുത്തണം ഇതിൽ നിന്ന്, ഈ ബ്രഷിൽ നിന്ന് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് അടുത്ത ഇൻസ്ട്രുമെൻറ്റിലോട്ട് കണ്ടാമിനേറ്റഡ് ആവില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. Abrasive brushes should never be used because they can scratch the surface of the instrument and accelerate corrosion. Abrasive brushes എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്ട്രുമെൻ്റ് മുകളിൽ പോറൽ ഉണ്ടാക്കുന്ന തരം ബ്രഷസ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എന്താ പറ്റുന്നത്? ഇൻസ്ട്രുമെൻറ്റിന് കൊറോഷൻ ഉണ്ടാവാനുള്ള ചാൻസ് അത് കൂട്ടിക്കൊടുക്കും. ഈ പോറൽ ഉണ്ടാവുന്നതോടുകൂടി ഇൻസ്ട്രുമെൻ്റ് ഫിനിഷിങ്, ഔട്ടർ ഫിനിഷിങ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് കൊറോഷൻ ഉണ്ടാവാനുള്ള ചാൻസ്, അത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കുക അല്ലെങ്കിൽ ദ്രവിക്കാനുള്ള ചാൻസ് വരികയും ചെയ്യും. മെറ്റൽ ഓർ വയർ ബ്രഷസ് ഷുഡ് ഓൺലി ബി യൂസ്ഡ് ഇഫ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്സ് IFU. മെറ്റൽ ബ്രഷസ് അല്ലെങ്കിൽ വയർ ബ്രഷസ് നമ്മൾ എപ്പോഴേ ഉപയോഗിക്കാമുള്ളൂ? നമ്മൾ വാഷ് ചെയ്യാൻ അല്ലെങ്കിൽ റീപ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ IFUവിൽ ആ മാനുഫാക്ചർ പറയുകയാണ് ഈ ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് മെറ്റലോ വയർ ബ്രഷോ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ മെറ്റൽ ഓർ വയർ ബ്രഷസ് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചതെന്ന് നമ്മൾ മെയിൻലി എങ്ങനത്തെ ബ്രഷസ് ആണ് ഉപയോഗിക്കുന്നത്? നൈലോൺ ബ്രിസിൽസ് ഉള്ള ബ്രഷസ് ആണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കാര്യം എന്താണ്? ഡിസ്പോസിബിൾ ബ്രഷസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ റീയൂസബിൾ ബ്രഷസ് ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മളത് ഡെയിലി, അറ്റ്ലീസ്റ്റ് ഡെയിലി നമ്മളത് ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. അല്ല അതിൽ അഴുക്കുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഡീകണ്ടാമിനേറ്റ് ചെയ്യും. അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ്, ഇതൊരു സോഴ്സ് ആവാതിരിക്കാൻ, മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ഒരു സോഴ്സായിട്ട് ഈ ബ്രഷ് മാറാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം.
കറക്റ്റ് ബ്രഷ് സൈസ് ഈസ് ഓൾസോ ക്രിട്ടിക്കൽ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് ഓരോ ഇൻസ്ട്രുമെൻറ്റിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസ് ബ്രഷസ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. കൺസിഡർ ലൂമൻ ക്ലീനിങ് ഫോർ എക്സാമ്പിൾ. അതായത് നമ്മൾ ഒരു ലൂമൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഉദാഹരണമായിട്ട് അത് എടുക്കുകയാണെങ്കിൽ, ഇഫ് ദ ബ്രഷസ് ഈസ് ടു ലാർജ് ഇറ്റ് വിൽ നോട്ട് ഫിറ്റ് ഇൻ ടു ദ ലൂമൻ. അതായത് ബ്രഷ് ഭയങ്കര വലിപ്പം കൂടുതലുള്ളതാണെങ്കിൽ എന്താ പ്രശ്നം തന്നെ, അത് ആ ലൂമൻ്റെ അകത്തോട്ട് കയറുകയില്ല, വാഷിങ് നടത്താനും സാധിക്കില്ല. Then if the brush is too small, it will not have complete contact with the lumen walls and will not thoroughly clean them. ഇനി ബ്രഷ് തീരെ ചെറുതാണെങ്കിൽ ലൂമൻ്റെ അകത്തോട്ട് കയറും, പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഈ ലൂമൻ്റെ വോളിലോട്ട് ഈ ബ്രഷിൻ്റെ ബ്രിസിൽസ് എത്തില്ല. അപ്പോൾ ഈ സൈഡിലൊക്കെ ഈ ലൂമൻ്റെ വോളിലെ സൈഡിലുള്ള അഴുക്കൊക്കെ അങ്ങനെ തന്നെ അതിലിരിക്കും. അപ്പോൾ ഫുൾ കോണ്ടാക്റ്റ് കിട്ടാത്തത് കൊണ്ട് ലൂമൻ്റെ അകത്തുള്ള ക്ലീനിങ് പ്രോപ്പറായിട്ട് നടക്കില്ല. ബ്രഷ് ഈ ലൂമൻ്റെ സൈസിന് അപ്രോപ്രിയേറ്റ് അല്ല, അതിലും ചെറുതാണ് എന്നുണ്ടെങ്കിൽ. ദ ബ്രഷ് മസ്റ്റ് ഓൾസോ ബി ലോങ് ഇനഫ് ടു എക്സ്റ്റെൻഡ് ത്രൂ ദ ലൂമൻ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യമാണ് ഈ ലൂമൻ്റെ അത്രയും തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ എത്രത്തോളം ലെങ്ത് ഉണ്ടോ, ആ ലൂമൻ എത്രത്തോളം ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്ത്തിലുള്ള ബ്രഷും ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ബ്രഷസ് ദാറ്റ് വോൺ ആർ ഷുഡ് ബി ഡിസ്കാർഡഡ്. അതുപോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ള പൊട്ടി തുടങ്ങിയിട്ടുള്ള ബ്രഷസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിസ്കാർഡ് ചെയ്തിട്ട് പുതിയ ബ്രഷ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇനി അപ്പോൾ ബ്രഷസ് ആണ് നമ്മുടെ മെയിൻ ക്ലീനിങ് ടൂള്. അടുത്തത് നമ്മൾ ക്ലീനിങ് ക്ലോത്ത് എന്താണെന്ന് നോക്കാം, അടുത്തൊരു ടൂളായിട്ട്. മോസ്റ്റ് ക്ലീനിങ് ക്ലോത്ത്സ് ആർ മെയ്ഡ് ഓഫ് ടെക്സ്റ്റൈൽസ്. അപ്പോൾ ക്ലീനിങ് ക്ലോത്ത്സ് നമ്മൾ സാധാരണ ടെക്സ്റ്റൈൽ വെച്ചിട്ടാണ്. സം ഹാവ് ലിൻഡ് ആൻഡ് അതേഴ്സ് ആർ ലോ ലിൻഡ് ഓർ ലിൻഡ് ഫ്രീ. അപ്പം മിക്കവാറും ടെക്സ്റ്റൈൽസ് ലിൻഡ് ഉള്ളതാണ്, പൊടി അതിൽ നിന്ന് വരുന്ന ടൈപ്പാണ്, പൊടി ഷ്രെഡ് ചെയ്യണേ കൂട്ടാണ്. ചിലത് ലിൻഡ് കുറവുള്ളതാണ്, ചിലത് ലിൻഡ് ഫ്രീ ആണ്. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് യൂസ് ഓഫ് എ ലിൻ ഫ്രീ ഓർ ലോ ലിൻ ക്ലോത്ത് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ഫൈബേഴ്സ് ബീങ് ലെഫ്റ്റ് ഓൺ ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ ഈ ക്ലോത്തിൽ നിന്നുള്ള തുണിയുടെ ക്ലോത്തിൽ നിന്നുള്ള ഫൈബേഴ്സ് ഇൻസ്ട്രുമെന്റിൽ വാഷിങ്ങിന് ശേഷം നിൽക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനത്തെ ക്ലോത്ത് ഉപയോഗിക്കണം? ക്ലീനിങ് ടൂളായിട്ട് ലോ ലിൻഡോ ലിൻ ഫ്രീയോ ആയിട്ടുള്ള ക്ലോത്ത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ക്ലോത്ത് ഷുഡ് ബി ചേഞ്ച്ഡ് റെഗുലർലി ഓർ വെൻ വിസിബിളി സോയിൽഡ് ഓർ സ്റ്റെയിൻഡ്. അതുപോലെ ക്ലോത്ത് നമ്മൾ ക്ലീനിങ് ക്ലോത്ത് റെഗുലർ ആയിട്ട് ചേഞ്ച് ചെയ്യണം. അതല്ല എപ്പോഴെങ്കിലും നമ്മൾ കാണുകയാണ് അത് സ്റ്റെയിനായി അല്ലെങ്കിൽ സോയിലായി ഒത്തിരി അഴുക്കായെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക. അവരങ്ങനെയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്, ചേഞ്ച് റെഗുലർലി. Then sponges. Sponges can be used to clean some medical devices. Some sponges are impregnated with detergents and should be used according to IFU. ഇനി സ്പഞ്ച് ചില മെഡിക്കൽ ഡിവൈസിന് സ്പഞ്ച് നമുക്ക് ഉപയോഗിക്കാം. ഇനി ചില സ്പഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ തന്നെ എൻസൈം ഉണ്ടായിരിക്കും, അപ്പം നമുക്ക് ക്ലീനിങ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ IFU അനുസരിച്ചിട്ട് മാത്രമേ ഈ സ്പഞ്ച് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. Unfortunately, the sponge structure makes them virtually impossible to completely clean and sterilize for reuse. So they must be discarded and replaced at least daily or after each use according to IFU. ഇനി നമുക്കറിയാം സ്പഞ്ച് നമുക്ക് തിരിച്ച് വീണ്ടും നല്ലപോലെ സ്പഞ്ചിൻ്റെ സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ക്ലീനിങ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ആ സ്പഞ്ചിൻ്റെ സ്പഞ്ച് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. പക്ഷേ സ്പഞ്ച് സോയിൽഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ ഡീകണ്ടാമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൺസ് സോയിൽഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഡിസ്കാർഡ് ചെയ്യുക. എപ്പോഴാണ്? അറ്റ്ലീസ്റ്റ് ഡെയിലി ഓർ ഈച്ച് യൂസ്, ഡെയിലിയോ അല്ലെങ്കിൽ ഓരോ യൂസ് കഴിയുമ്പോഴോ ഈ സ്പഞ്ച് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക. IFU അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെയും അറിയുക. ദെൻ അടുത്ത ഒരു ടൂളാണ്. ഇപ്പം നമ്മൾ എത്ര ടൂള് പഠിച്ചു? ബ്രഷ് പഠിച്ചു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബ്രഷ് പഠിച്ചു, ക്ലീനിങ് ക്ലോത്ത് പഠിച്ചു, സ്പഞ്ച് പഠിച്ചു. ഇനി നമ്മൾ വാട്ടർ ഇറിഗേറ്റേഴ്സ് ആൻഡ് ഫോഴ്സ്ഡ് എയർ ഡിവൈസസ്. ഇനി രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചാണ് പഠിക്കുന്നത്. എന്താണ് വാട്ടർ ഇറിഗേറ്ററും ഫോഴ്സ്ഡ് ഇൻസ്ട്രുമെന്റ് എയർ ഡിവൈസസും? അത് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ജെറ്റും അതുപോലെ കംപ്രസ്ഡ് എയറും. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. വാട്ടർ ഇറിഗേഷൻ ഡിവൈസസ് ആൻഡ് ഇൻസ്ട്രുമെന്റ് എയർ ഡിവൈസസ് ഷുഡ് ബി ചെക്ക്ഡ് ടു എൻഷുർ ദേ ആർ ഇൻ വർക്കിംഗ് ഓർഡർ ആൻഡ് ഹാവ് ഓൾ ദ നെസസറി അറ്റാച്ച്മെന്റ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ രണ്ട് ഡിവൈസിലും എന്താണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്? അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നും അതിനുള്ള എല്ലാ അറ്റാച്ച്മെന്റും അതിനകത്ത് ഉണ്ട് എന്നുള്ളതും നമ്മൾ എല്ലാ ദിവസവും നമ്മളത് ഉറപ്പുവരുത്തുക.
കെയർ ഷുഡ് ബി യൂസ്ഡ് ടു ഡയറക്റ്റ് എയർ ആൻഡ് വാട്ടർ സ്പ്രേ അവേ ഫ്രം എംപ്ലോയീസ്. അതുപോലെ ഇത് ഉപയോഗിക്കുമ്പം മറ്റ് എംപ്ലോയീസിൻ്റെ നേർക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കംപ്രസ്ഡ് എയർ ആയാലും ശരി, വാട്ടർ ജെറ്റ് ആയാലും ശരി, മറ്റ് എംപ്ലോയീസിൻ്റെ നേർക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വാട്ട് ഈസ് ഇൻസ്ട്രുമെന്റ് എയർ? ഇൻസ്ട്രുമെന്റ് എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വായിച്ചത് അങ്ങനെയാണ്, വാട്ടർ ഇറിഗേറ്റേഴ്സ് ആൻഡ് ഫോഴ്സ്ഡ് ഇൻസ്ട്രുമെന്റ് എയർ ഡിവൈസസ് എന്നാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് എയർ എന്താണെന്ന് നമുക്ക് നോക്കാം. Instrument air is compressed air that has had dust, dirt and other pollutants removed. ഇൻസ്ട്രുമെന്റ് എയർ എന്ന് പറഞ്ഞാൽ അത് കംപ്രസ് ചെയ്ത എയർ ആണ്. അതിൽ ഉണ്ടായിരുന്ന ഡേർട്ടും ഡസ്റ്റും മറ്റു പൊല്യൂട്ടൻസും റിമൂവ് ചെയ്തതിന് ശേഷം ഉള്ള എയർ ആണ് ഈ ഇൻസ്ട്രുമെന്റ് എയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രുമെന്റ് എയർ എന്ന് പറഞ്ഞാൽ അത് കംപ്രസ് ചെയ്തിട്ടുള്ള എയർ ആണ്. അതിൽ ഉണ്ടായിരുന്ന ഡേർട്ടെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമായിട്ട് നമുക്ക് കിട്ടുന്ന എയർ ആണ് എന്ത്? ഈ ഇൻസ്ട്രുമെന്റ് എയർ. In healthcare, instrument air is used to power medical devices such as pneumatic drills and saws and calibrate medical equipment. അതായത് ഹോസ്പിറ്റലുകളിൽ മെയിൻലി ഈ ഇൻസ്ട്രുമെന്റ് എയർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, പവേർഡ് എക്യുപ്മെന്റ്സിന് അതിൻ്റെ സോഴ്സായിട്ട്, പവേർഡ് എക്യുപ്മെന്റ്സിൻ്റെ ഒരു സോഴ്സായിട്ട് നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് എയർ ഉപയോഗിക്കുന്നുണ്ട്, കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. Then instrument air is also used to dry medical devices after cleaning and decontamination. ക്ലീനിങ്ങിനും ഡീകണ്ടാമിനേഷന് ശേഷം ഇൻസ്ട്രുമെന്റ് എയർ എന്തിനു ഉപയോഗിക്കുന്നു? ഈ ഡിവൈസുകളെല്ലാം ഡ്രൈ ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഈ ഇൻസ്ട്രുമെന്റ് എയർ ഉപയോഗിക്കുന്നുണ്ട്. ടു ക്വാളിഫൈ ആസ് ഇൻസ്ട്രുമെന്റ് എയർ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഓയിൽ, വാട്ടർ, ഹൈഡ്രോകാർബൺസ് ആൻഡ് അതർ കണ്ടാമിനേറ്റ്സ് ദാറ്റ് കുഡ് കോസ് ഇൻഫെക്ഷൻ. അപ്പോൾ ഒരു എയർ, ഈ ഒരു എയറിനെ ഇൻസ്ട്രുമെന്റ് എയർ ആയിട്ട് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അതിൽ എന്തൊന്നും ഉണ്ടാവാൻ പാടില്ല? അത് ആ എയറിൽ ഓയിൽ ഉണ്ടാവാൻ പാടില്ല, ഓയിൽ ഫ്രീ ആയിരിക്കണം, വാട്ടർ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല, ഹൈഡ്രോ കാർബൺസ് ഉണ്ടാവാൻ പാടില്ല, അതുപോലെ മറ്റ് കണ്ടാമിനൻസ്, ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള മറ്റ് കണ്ടാമിനൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കംപ്രസ്ഡ് എയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസ്ട്രുമെന്റ് എയർ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ക്ലീനിങ് ടൂളാണ് ഫ്ലോർ ഡ്രെയിൻസ് ആൻഡ് സ്പ്രേ നോസിൽസ്. ഇതെന്താണ്? ഇതൊരു ക്ലീനിങ് ടൂൾ എന്ന് പറയുന്നത് നമുക്കൊന്നുകൂടെ നോക്കാം. മെനി ഡീകണ്ടാമിനേഷൻ ഏരിയാസ് ആർ എക്യുപ്ഡ് വിത്ത് എ സ്പ്രേ നോസിൽ ആൻഡ് ഫ്ലോർ ഡ്രെയിൻ ഓർ ഗ്രേറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഡ്രെയിനേജ് വെൻ മാനുവലി ക്ലീനിങ് ബൾക്കിയർ ഐറ്റംസ് ദാറ്റ് ഡു നോട്ട് ഫിറ്റ് ഇൻ ദ ക്ലീനിങ് സിങ്സ്. അപ്പോൾ മിക്കവാറും വാഷിംഗ് ഏരിയയിൽ എന്തുണ്ടാവും? ഒരു സ്പ്രേ നോസിലോ, വലിയ സ്പ്രേ നോസിലോ, അല്ലെങ്കിൽ ഫ്ലോറിൽ വരുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു ഡ്രെയിനേജ് ഏരിയ, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ്, അവിടെ ഒരു മെഷ് വെച്ചിട്ട് ആ ഡ്രെയിനിൽ കൂടെ വെള്ളം പോകാനുള്ള ഒരു ഫെസിലിറ്റിയോ അവിടെ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സിങ്കിനകത്ത് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് ക്ലീൻ ചെയ്യുന്ന വാട്ടർ ഡ്രെയിനായി പോകാൻ വേണ്ടിയിട്ട്. Then the spray nozzle system is also used for cleaning the wheels of mobile equipment that cannot be sent through an automatic process. അതുപോലെ ഈ സ്പ്രേ നോസിൽ സിസ്റ്റം എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില എക്യുപ്മെൻറ്റുകൾ, അതായത് നമ്മളിവിടെ ചെയ്യുന്ന പോലെയല്ല, എക്യുപ്മെൻറ്റുകളും CSSDയിൽ വാഷിംഗ് ഏരിയയിൽ, ഡീകണ്ടാമിനേഷൻ ഏരിയയിൽ കൊണ്ടുവന്നിട്ടാണ് അവർ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത് പുറം രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ അവൈലബിൾ ആണ്, വലിയ എക്യുപ്മെൻറ്റുകളെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള എക്യുപ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. പക്ഷേ ചില ഇങ്ങനത്തെ എക്യുപ്മെൻറ്റുകളുടെ വീൽസ് ഈ മെഷീൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് പ്രോസസ്സിൽ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള മെഷീനുകളുടെ വീല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്പ്രേ നോസിൽ അവിടെ ഉപയോഗിക്കുന്നത്. ദെൻ അഡീഷണൽ ടൂൾസ്. Specific instruments may require specific tools to perform cleaning and decontamination. For example, flexible endoscopes may require leak testing devices. ഇനി ചിലതരം ഇൻസ്ട്രുമെൻസിന് അല്ലെങ്കിൽ ചിലതരം ഡിവൈസുകൾക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലീനിങ്ങിൻ്റെ ടൈമിൽ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി ചില ടൂളുകൾ ആവശ്യമുണ്ട്. അത് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളുടെ എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്സ് ക്ലീനിങ്ങിന് മൊത്തമുള്ള മെയിൻ ക്ലീനിങ്ങിന് മുന്നേ തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അതിൻ്റെ ലീക്ക് ടെസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ടൂള് അവിടെ അതിൻ്റെ ടൂള് അവിടെ അവൈലബിൾ ആയിരിക്കണം. Then specific cleaning tools should be purchased at the same time as instruments are and replaced as necessary. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ ക്ലീനിങ് ടൂൾ വാങ്ങിക്കേണ്ടത്? നമ്മൾ എപ്പോഴാണോ ഈ ഡിവൈസ് മേടിക്കുന്നത് അപ്പോൾ തന്നെ ഇതിന് വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലീനിങ് ടൂള് നമ്മൾ മേടിച്ചിരിക്കണം. അതുപോലെ റീപ്ലേസ് ചെയ്യേണ്ട സമയത്ത് റീപ്ലേസ് ചെയ്യുകയും വേണം. കാരണം അത്രയ്ക്കേറെ ഇമ്പോർട്ടൻസ് ആ സ്പെസിഫിക് ആയിട്ടുള്ള ടൂളിന് നമ്മൾ കൊടുത്തിരിക്കണം.
Then all CS technician assigned to the decontamination area should be trained in the proper use of special cleaning tools. അപ്പോൾ നമ്മളെല്ലാവരും ഡീകണ്ടാമിനേഷൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന നമ്മളെല്ലാവരും ഈ ക്ലീനിങ് ടൂൾസുകളെ ഈ ടൈപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലീനിങ് ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം. ഇനി അപ്പോൾ നമ്മൾ മെയിൻലി ഈ മാനുവൽ ക്ലീനിങ് ടൂൾസ് ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മെക്കാനിക്കൽ ക്ലീനേഴ്സാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.